നമുക്ക് ആരംഭിക്കാം. നമസ്കാരം സർ. നമസ്കാരം. ഓം സഹനാവവതു സഹനവ പുനസ്തു തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം സമാധാനീയരായ എല്ലാ പഠിതാക്കൾക്കും നീലമായ പ്രണാമം. പഞ്ചമസ്കന്ധം 5-ാം അധ്യായം. ഇനി ശ്ലോകം 6 അല്ലേ? അതെ സർ. പഞ്ചമസ്കന്ധം അധ്യായം 5 ശ്ലോകം 6. ഏവം മനഃകർമ്മവശം പ്രയുക്തേ അവിദ്യ ആത്മന്യുപധീയമാനേ പ്രീതർന്നയാവന്മൈ വാസുദേവേ നമുച്യതേ ദേഹയോഗേന താവത്. ഋഷഭൻ തൻ്റെ പുത്രന്മാർക്ക് മഹർഷിമാരും പ്രജകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ സഭയിൽ വെച്ച് കൊടുക്കുന്ന ഉപദേശത്തിന്റെ ഭാഗമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. 3-4 ശ്ലോകം നമ്മൾ കേട്ട് കഴിഞ്ഞു. മനുഷ്യനായി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത, അതിൻ്റെ ഉദ്ദേശ്യം, ലക്ഷ്യം എന്തൊക്കെയാണ് എന്നിങ്ങനെ സൂചിപ്പിച്ചു വരവെയാണ് ഏവം ഇങ്ങനെ മനസ്സ് കർമ്മവശം പ്രയുക്തേ. ഇങ്ങനെ മനസ്സ് കർമ്മവശത്തിന് അധീനമാകും. പ്രയുക്തേ പ്രയോഗിക്കുന്നു, അധീനമാകും. അവിദ്യ ആത്മനി ഉപധീയമാനേ. അവിദ്യ കൊണ്ട് ആത്മാവിൽ മറഞ്ഞിരിക്കുന്ന, ഉപധീയമാനി മറഞ്ഞിരിക്കുന്ന, അവിദ്യ കൊണ്ട് ആത്മാവിൽ മറഞ്ഞിരിക്കുന്ന ഉപധീയമാനി പ്രീതിഹി ന യാവത് മയി വാസുദേവേ. വാസുദേവേ മയി പ്രീതിഹി യാവത്. വാസുദേവനായ എന്നിൽ യാതൊരു കാലം വരെയാണോ പ്രീതിയുള്ളത്, ന മുച്യതേ ദേഹയോഗേന താവത്. ദേഹയോഗത്താൽ അതുവരെ ന മുച്യതേ മോചിക്കപ്പെടുന്നില്ല. ഇങ്ങനെ അജ്ഞാനം കൊണ്ട് ആത്മസ്വരൂപത്തെ മറഞ്ഞിരിക്കുന്ന സമയത്ത്, അതാണ് ഏവം ഇപ്രകാരം, അറിവില്ലായ്മ കൊണ്ട് ഞാൻ ആരാണ് എന്നുള്ള എൻ്റെ ആത്മസ്വരൂപത്തെ വേണ്ട വിധത്തിൽ അറിയാതിരിക്കുമ്പോൾ കർമ്മവശം, കർമ്മവാസനയോട് ചേർന്ന മനസ്സ്. കാരണം കർമ്മത്തിന്റെ വാസനകൾ ഇങ്ങനെ ജന്മാന്തരങ്ങളായി പിന്തുടർന്നു വരികയാണ്. ആ മനസ്സ് കർമ്മവശം പ്രയുക്തേ, കർമ്മവശത്തിന് അധീനമായിരിക്കുന്നു മനസ്സ്. അപ്പോൾ അവിദ്യ ആത്മന്യുപധീയമാനേ, അവിദ്യ കൊണ്ട് തൻ്റെ ആത്മാവിൽ മറഞ്ഞിരിക്കുന്ന ആ പുരുഷനുമായിട്ടുള്ള ദേഹയോഗത്തെ വീണ്ടും ഉണ്ടാകുന്നു. ചിത്തത്തിൽ അധിവസിക്കുന്ന അന്തര്യാമിയായ വാസുദേവനെ അറിയുന്നില്ല, അതിനുള്ള പ്രീതി ഉണ്ടാകുന്നില്ല. അതുണ്ടാകുന്നത് വരെ ഈ ദേഹയോഗത്തിൽ നിന്നും മോചിക്കപ്പെടുന്നില്ല. ജനിക്കുന്നു, മരിക്കുന്നു, കർമ്മം ചെയ്യുന്നു, വീണ്ടും ജനിക്കുന്നു, വീണ്ടും മരിക്കുന്നു. ഇതിങ്ങനെ നിരന്തരമായ ഒരു വിഷ സർക്കിൾ പോലെ തുടർന്നുകൊണ്ടേയിരിക്കത്തുള്ളൂ. ആ സർക്കിളിൽ നിന്ന് ഒരു മുക്തി അല്ലെങ്കിൽ ഒരു മോചനം ലഭിക്കില്ല. ആരെ അറിഞ്ഞില്ലെങ്കിൽ വാസുദേവേ മയി പ്രീതിഹി യാവത്. വാസുദേവനായ എന്നിൽ യാതൊരു കാലം വരെയാണോ പ്രീതി ഇല്ലാതിരിക്കുന്നത്, അതുവരെ ഈ ദേഹയോഗത്തിൽ നിന്നും മുക്തി ഉണ്ടാവില്ല.
അതുവരെ ഈ ദേഹയോഗങ്ങൾ വീണ്ടും വീണ്ടും വന്ന് പോയിക്കൊണ്ടിരിക്കും. അത് അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ കർമ്മവാസനകൾ ഇല്ലായ്മ ചെയ്യാനാണ് ഈ ജന്മത്തിൽ നമ്മൾ ശ്രമിക്കേണ്ടത്. കർമ്മവാസനകൾ ജന്മാന്തരങ്ങൾ പിന്തുടർന്ന് വരുന്നുണ്ട്. പക്ഷെ അതിനെ എന്ത് ചെയ്യണം? ഇല്ലായ്മ ചെയ്യണം. അതിനെന്ത് ചെയ്യണം? വാസുദേവനായ എന്നോട് പ്രീതി ഉണ്ടാവണം. ചിത്തത്തിൽ അധിവസിക്കുന്ന അന്തര്യാമിയായ എന്നിൽ പ്രീതി ഉണ്ടാകുന്നത് വരെ ഈ സംസാരം ജനിച്ച് മരിച്ചു വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ജനനമരണങ്ങൾ എന്ന ഈ ദുഃഖ പരമ്പരയിൽ നിന്നും ആർക്കെങ്കിലും വിടുതൽ നേടണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ സാക്ഷാൽ വാസുദേവനായ ഭഗവാനോട് പ്രീതി ഉണ്ടാകുക തന്നെ ചെയ്യണം. ഏവം മനഃകർമ്മവശം പ്രയുക്തേ അവിദ്യയാ ആത്മന്യുപധീയമാനേ പ്രീതർന്നയാവന്മൈ വാസുദേവേ നമുച്യതേ ദേഹയോഗേന താപൻ. ഏവം മനഃകർമ്മവശം പ്രയുക്തേ അവിദ്യയാ ആത്മന്യുപധീയമാനേ പ്രീതർന്നയാവന്മൈ വാസുദേവേ നമുച്യതേ ദേഹയോഗേന താപൻ. യഥാ നവശ്യത്യയഥാ ഗുണേഹം സ്വാർത്ഥേ പ്രമത്തഃ സഹസാ വിപശ്ചത് ഗതസ്മൃതിർവിന്ദതിതത്രതാപാൻ ആസാദ്യമൈഥുന്യമകാരമജ്ഞാം. യഥാ എപ്പോഴാണോ ന പശ്യതി കാണുന്നില്ല, അയഥാ ശരിയല്ലാത്ത, യഥാ സത്യമായത് അയഥാ സത്യമാവാത്തത്, പശ്യത്യയഥ ഗുണീഹ ഗുണങ്ങളോടുള്ള ഈഹ ഇന്ദ്രിയങ്ങളുടെ വ്യാപാരത്തെ, ഗുണങ്ങളോടുള്ള ഈഹ ഇന്ദ്രിയങ്ങളുടെ വ്യാപാരത്തിലൂടെയാണ് നിലനിൽക്കുന്നത്. ആഗ്രഹങ്ങൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നിനായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ദ്രിയദ്വാരയാണ്. ആ ഇന്ദ്രിയദ്വാരയിലുള്ള വ്യാപാരത്തെ അയഥ ശരിയല്ലെന്ന് എപ്പോഴാണോ ന പശ്യതി കാണാതിരിക്കുന്നത്, സ്വാർത്ഥേ പ്രമത്ത സ്വാർത്ഥത്തിൽ പ്രമത്തനായിട്ട്, സഹസ പെട്ടെന്ന്, വിപശ്ചിത് വിവേകി ഉള്ളവനായിട്ട്, പണ്ഡിതനായിട്ട്. വിപശ്ചിത്തായ ഒരാള് ഇന്ദ്രിയങ്ങളുടെ വ്യാപാരങ്ങൾ ശരിയല്ല എന്ന്, ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തികൾ ആത്മസുഖത്തെ വർദ്ധിപ്പിക്കുന്നില്ല, പിന്നെ എന്തേ ഉള്ളൂ, അതാത് അനർത്ഥങ്ങളെ ഉണ്ടാക്കാനേ സാധിക്കത്തുള്ളൂ എന്നൊരു തിരിച്ചറിവ്. ഏതേത് മട്ടിൽ ഇന്ദ്രിയങ്ങൾ വ്യാപരിച്ചു പോകുന്നുവോ അതിൽ കൂടി അനുഭവിക്കുന്നതൊക്കെ താൽക്കാലിക സുഖം എന്ന് തോന്നുന്നത് ആത്യന്തികമായി ദുഃഖത്തെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് എന്ന് ഒരു വിവേകി തിരിച്ചറിയുക തന്നെ ചെയ്യണം. സ്വാർത്ഥേ പ്രമത്തഃ ഗതസ്മൃതി, സ്വന്തം പ്രയോജനത്തിൽ മനസ്സിലെത്താത്തവൻ, സ്വാർത്ഥത്തിൽ മതിച്ചു പോകുന്നവൻ, ഗതസ്മൃതി സ്മൃതിയില്ലാത്തവനായിട്ട്, അജ്ഞ ആത്മാവിനെ അറിയാത്തവനായിട്ട്, ഗതസ്മൃത വിന്ദതി താപാൻ ആസാദ്യ മൈഥുന്യമകാരമജ്ഞ. അജ്ഞനായ അവൻ മൈഥുന്യം അകാരം ആസാദ്യ, മൈഥുന്യം മൈഥുന സുഖം, ദമ്പതിമാർ തമ്മിൽ അനുഷ്ഠിക്കുന്ന ആ ഉത്കൃഷ്ടമായ സുഖത്തെ മൈഥുന്യ സുഖം എന്ന് വിളിക്കുന്ന ആ സുഖം അനുഭവിക്കാനുള്ള ഇടമാണ് ഗൃഹം അല്ലെങ്കിൽ വീട്. അകാരം ച വീട്. ഗതസ്മൃതിയായിട്ട് അവിടെ മൈഥുന്യം അകാരത്തെ പ്രാപിച്ചിട്ട് താപാൻ വിന്ദതി, താപങ്ങളെ അനുഭവിക്കുകയേ ചെയ്യും. ഇന്ദ്രിയങ്ങളിലെ അവയുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്താൽ അത് ആത്മസുഖത്തെ വർദ്ധിപ്പിക്കില്ല, അത് ഉറപ്പാണ്. ഇന്ദ്രിയങ്ങളെ വിവേകപൂർവ്വം നിയന്ത്രിച്ചില്ലെങ്കിൽ
അത് ഓടി വല്ല കുണ്ടിലും കുഴിയിലും വീണ് അപകടത്തിലും ആപത്തിലും പെടും എന്നത് ഉറപ്പാണ്. അത് അനർത്ഥ പരമ്പരകളെ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് അതിനനുവദിച്ചുകൂടാ എന്ന് വിവേകമുള്ള വിപശ്ചിത് നിശ്ചയിക്കണം. ദേഹവും ആത്മാവും എന്നുള്ള ദേഹത്തെ തന്നെയാണ് ആത്മാവെന്ന് ഭാവന ചെയ്യുന്നത്. ദേഹാത്മഭാവനയുള്ളവൻ അറിവില്ലാത്തവനാണ്. ദേഹം വേറെയാണ്, ആത്മാവ് വേറെയാണ്. രണ്ടായിട്ട് തന്നെ അറിയേണ്ടത്. രണ്ടും ഒന്നാണ് എന്ന് വിചാരിക്കുന്നവൻ ആത്മഗുണം എന്താണെന്ന് അറിയാൻ പറ്റില്ല. ദേഹഗുണത്തെക്കുറിച്ച് മാത്രമേ അറിയുള്ളൂ. അവന്റെ എല്ലാ അർത്ഥങ്ങളും, സ്വകീയമായി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും, സ്വാർത്ഥങ്ങൾ അതോടെ നശിക്കാൻ കാരണമാണ്. ആത്മസ്വരൂപം അറിയാൻ സാധിക്കത്തില്ല. അപ്പോൾ സ്ത്രീസുഖമാണ് ഏറ്റവും പ്രധാനം എന്ന് നമ്മൾ വിചാരിച്ച് ആചരിക്കുന്ന ഈ ഗൃഹത്തെ മാത്രം ആദരിക്കും. അതുകൊണ്ട് അനന്ത സുഖങ്ങളെ അനുഭവിക്കേണ്ടതായിട്ട്, അനന്ത ദുഃഖങ്ങളെ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. വീട് എന്തിനു വേണ്ടി മാത്രമുള്ളതാണ്? മൈഥുന്യ സുഖം അനുഭവിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് വീട് എന്ന് വിചാരിച്ച് ആ സുഖത്തിന്റെ പുറകെ ഓടി നടന്ന് ഇത് മാത്രമേ ഉള്ളൂ ജീവിതം എന്ന് ധരിച്ചു വശാകുന്നവൻ വീണ്ടും വീണ്ടും ദുഃഖ പരമ്പരയിലൂടെ നീങ്ങത്തേ ഉള്ളൂ. ഇത് വിവേകിയായ ഒരാൾ തിരിച്ചറിഞ്ഞിട്ട് അതിൽ നിന്നും ഇന്ദ്രിയങ്ങളെ പിന്തിരിപ്പിച്ച് തൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മസ്വരൂപനായ ഈശ്വരഭക്തെ ഭക്ഷണം. യഥാ നവശ്യത്യഥാ ഗുണേഹം സ്വാർത്ഥേ പ്രമത്തസഹസാ വിപശ്ചൻ ഗതസ്മൃതിർബിന്ദതിതത്രതാപാൻ ആസദ്യമൈഥുന്യമകാരമജ്ഞാം. യഥാ നവശ്യത്യഥാ ഗുണേഹം സ്വാർത്ഥേ പ്രമത്തസഹസാ വിപശ്ചൻ ഗതസ്മൃതിർബിന്ദതിതത്രതാപാൻ ആസദ്യമൈഥുന്യമകാരമജ്ഞാം. പുംസസ്ത്രിയാ മിഥുനീഭാവമേതം തയോർമിഥോ ഹൃദയഗ്രന്ഥിമാഹോ അതോ ഗൃഹക്ഷേത്രസുതാപ്തവിത്തൈ ജനസ്യമോഹോയമഹം മമേമുതി. പുംസഃ സ്ത്രീയാ മിഥുനീഭാവം ഏതം. സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ഈ മിഥുനീഭാവത്തെ, ഈ ചേർച്ചയെ തയൂഹു മിഥോ ഹൃദയഗ്രന്ഥിമാഹു, അവർ തമ്മിലുള്ള ഒരു ഹൃദയഗ്രന്ഥിയാണ് എന്ന് പറയപ്പെടുന്നു. സ്ത്രീ പുരുഷന്മാരുള്ള അന്യോന്യ സംയോഗം അവരുടെ ഹൃദയങ്ങൾ തമ്മിലുള്ള ഒരു സംയോഗമാണെന്ന് വിവേകികൾ പറയും. രണ്ട് ഹൃദയങ്ങളെ ഒന്നിച്ച് ഗ്രഥനം ചെയ്യുക, ഒന്നിച്ച് കൂട്ടിക്കെട്ടലാണ്. കൊണ്ട് വിവാഹം എന്ന് പറയുന്നത് ബാഹ്യമായ ആചരണങ്ങളോ അനുഷ്ഠാനങ്ങളോ അല്ല. അവരുടെ മനസ്സുകൾ, ഹൃദയങ്ങൾ ഒന്നായിത്തീരണം. സമാനീവ ആകൂതി സമാനമസ്തുവോ മന എന്ന ഐകമത്യ സൂത്രത്തിൽ പ്രത്യേകം പറയും, ഞങ്ങളുടെ മനസ്സുകൾ ഒന്നായിത്തീരണമേ, ഞങ്ങളുടെ ചിന്ത ഒന്നാകണമേ, ഞങ്ങളുടെ പ്രവൃത്തി ഒന്നാകണമേ, ഞങ്ങളുടെ ബുദ്ധി ഒന്നാകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് വാസ്തവത്തിൽ വിവാഹ ജീവിതത്തിലൂടെ മൈഥുന സുഖം അനുഭവിക്കുന്നത്. ഇത് രണ്ടാകുമ്പോഴാണ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. രണ്ടുപേരും ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നായാൽ ഒരു പ്രശ്നവും ആ വീട്ടിൽ ഉണ്ടാവില്ല. പുംസസ്ത്രീയാ മിഥുനീഭാവം ഏതം തയോർമിഥോ ഹൃദയഗ്രന്ഥിമാണ്. അതുകൊണ്ട് ഗൃഹ ക്ഷേത്ര സുത ആപ്തവിത്തൈ, ഗൃഹം, വീട്, ക്ഷേത്രം എന്ന കൃഷിസ്ഥലങ്ങൾ, പുത്രന്മാർ, ഉണ്ടാക്കിയ വിത്തങ്ങൾ, ഇവകളാൽ ജനസ്യമോഹോയം അഹം മമേതി എന്നിവയോട് കൂടിയ ജനങ്ങൾക്ക് അഹം മമ എന്നുള്ള മോഹം, അഹം മമ ഇതി എന്നിങ്ങനെയുള്ള ഈ മോഹത്തെ ഭവതി ഉണ്ടാക്കുന്നു. സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള സംയോഗം കൊണ്ട് അനുഭവിക്കുന്ന സുഖത്തെ മാത്രം
അല്ല എന്ന് ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി തരികയാണ്. ഒരു മകൻ ഉപദേശിച്ചു കൊടുക്കുകയാണ്, വിവാഹം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വിവാഹം കൊണ്ട് പരസ്പരമുള്ള സുഖാനുഭൂതി മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഉണ്ടാകാവുന്ന താപങ്ങളെ, പ്രശ്നങ്ങളെ, സങ്കടങ്ങളെ, വ്യഥകളെയൊക്കെ പരിഹരിച്ചുകൊണ്ട് ആ സ്ത്രീ വിഷയത്തെ ആഗ്രഹിക്കുന്ന വിവേകപൂർവം ഉള്ള ഒരു പുരുഷൻ അതുകൊണ്ട് ആത്മസുഖത്തെയാണ്, ശരീരസുഖത്തെ അല്ല ഉദ്ദേശിക്കുന്നത്. അവർക്ക് വേറൊരു ഹൃദയഗ്രന്ഥിയുണ്ട്. ഈ അന്യോന്യ സംഗമം എന്ന ദുർഭേദമായ മറ്റ് ഹൃദയഗ്രന്ഥി അവർക്കുണ്ട്. ആ ഹൃദയഗ്രന്ഥിയാണ് ഇവിടെ ഭേദിച്ചിട്ട് അപ്പുറത്ത് കടന്ന് രണ്ടുപേരുടെയും ഹൃദയങ്ങൾ ഒന്നിച്ചു ചേർത്ത ആ കെട്ടിന്റെയും അപ്പുറത്തേക്ക് പോകണം. ഇത് രണ്ടുമില്ല. ബാഹ്യമായ ഹൃദയങ്ങളുടെ ചർച്ചയുമില്ല, ആന്തരമായ ഹൃദയങ്ങളുടെ ചർച്ചയുമില്ല. അതുകൊണ്ട് ശരീരത്തിനോട് മാത്രമുള്ള അഭിമാനം കൊണ്ട് പിന്നെയും പിന്നെയും ക്ലേശങ്ങൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. ഗന്ധസ്യോപരി പിടക എന്ന ന്യായമുണ്ട്. ഊനിന്മേൽ കുരു എന്ന് മലയാളത്തിൽ പറയുന്നതിന് പകരമുള്ള സംസ്കൃത വാക്കാണ് ഗന്ധസ്യോപരി പിടക. ഊനിന്മേൽ കുരു പോലെയാവും. വിവാഹം ബന്ധം കൊണ്ട് അനുഭവിക്കുന്ന ക്ലേശത്തെ ഹൃദയങ്ങൾ ഒന്നിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന മറ്റു ക്ലേശത്തെങ്ങൾ ഒന്നിച്ച് അനുഭവിക്കേണ്ടി വരും ഈ മൈഥുനഭാവം മുമ്പോട്ട് പോകുന്ന ഈ ജീവിതത്തിൽ. അതുകൊണ്ട് ശരീരത്തിലുള്ള അഭിമാനത്തെ കളഞ്ഞിട്ട് പുരുഷൻ അന്യായ സ്ത്രീയും സ്ത്രീ അന്യായ പുരുഷനെയും എൻ്റേതെന്നും ഞാനെന്നും കൂടി അഭിമാനിക്കുന്നത് കൊണ്ട് അല്ലേ ഇവിടെ രണ്ടുപേരുടെയും അഭിമാനം ഞാനെന്നും എൻ്റെതെന്നുമാണ്. രണ്ടുപേരും കൂടിച്ചേർന്ന ഒരു ഏകമായ അനുഭവത്തിലല്ല. അതുകൊണ്ട് അവരുടെ വീട്, കൃഷിസ്ഥലങ്ങള്, ജോലിസ്ഥലങ്ങള്, പുത്രന്മാര്, ബന്ധുക്കള്, ഗൃഹത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഇവയെല്ലാം ഞാനാണെന്ന്, എൻ്റേതാണ് എന്നുള്ള വിചാരത്തിന് ശക്തി കൂടിക്കൂടി വരും. ഇതാണ് വിവാഹ ജീവിതം കൊണ്ട് സംഭവിക്കുന്ന ഒരു ന്യൂനതയെ ഒന്ന് വരച്ചു കാണിച്ചതാണ്. ഹൃദയഗ്രന്ഥികൾ ഒന്നിക്കാത്തത് കൊണ്ട് ഞാനെന്നും എൻ്റെ എന്നുള്ള ഭാവന രണ്ടുപേർക്കും വർദ്ധിച്ചു വരും. അപ്പോൾ ഞാനുണ്ടാക്കുന്നത് എന്ന് രണ്ടുപേരിലുമുള്ള ഈ ഞാൻ രണ്ടായിട്ട് തന്നെ വളർന്ന് വികസിച്ച് അതുകൊണ്ട് സംഭവിക്കുന്ന ദുഃഖം ആ വീടിനുണ്ട്, രണ്ടുപേരുടെയും ജോലികൾക്കുണ്ട്, പുത്രന്മാർക്കുണ്ട്, ബന്ധുക്കൾക്കുണ്ട്, ഗൃഹോപകരണങ്ങൾക്കുണ്ട് എന്നിങ്ങനെ സമസ്ത വിഷയങ്ങളിലും എൻ്റേതെന്നും ഞാനെന്നും അനാവശ്യമായി കൽപ്പിച്ച് ഉണ്ടാക്കുന്ന ദുഃഖ പരമ്പര മനുഷ്യജീവിതത്തിൽ അനുഭവിക്കാൻ ഇടയാകും. അതുകൊണ്ട് വിവാഹം കഴിക്കുമ്പോൾ തന്നെ രണ്ടുപേരുടെയും ഹൃദയങ്ങൾ ഒന്നിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒന്നാണ് എന്ന്, ഞാനെന്നും എൻ്റെയെന്നും സ്ത്രീയെയും പുരുഷനെയുമല്ല വിചാരിക്കേണ്ടത്, രണ്ടുപേരും കൂടിച്ചേർന്നുണ്ടാകുന്ന ആ മൈഥുനീ ഭാവത്തെ ആണ് ഇവിടെ സങ്കല്പിക്കേണ്ടത്. അതില്ലാത്തിടത്തോളം കുടുംബജീവിതത്തിൽ അനേക തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നത് ഞാനെന്നും എൻ്റെ എന്നുള്ള ചിന്ത കൊണ്ടാണ്. പുംസസ്ത്രീയാ മിഥുനീഭാവമേതം തയോർമിഥോ ഹൃദയഗ്രന്ഥിമാഹോ അതോ ഗൃഹക്ഷേത്രഫുതാപ്തവിത്തേർ ജനസ്യമോഹോയമഹം മമേതി. പുംസസ്ത്രീയാ മിഥുനീഭാവമേതം തയോർമിഥോ ഹൃദയഗ്രന്ഥിമാഹോ അതോ ഗൃഹക്ഷേത്രഫുതാപ്തവിത്തേർ ജനസ്യമോഹോയമഹം മമേതി. യഥാ മനോഹൃദയഗ്രന്ഥിരസ്യാം കർമാനുബന്ധോ ദൃഢ ആശ്രദ്ധേയതാം തദാ ജനഃ സംപരിവർത്തതേസ്മാൻ മുക്തപരം യാത്യതിഹായ ഹേതും. യഥാ എപ്പോഴാണോ മനസ്സ് ഹൃദയഗ്രന്ഥി അസ്യ,
ഹൃദയമാകുന്ന മനോരൂപമാകുന്ന ഗ്രന്ഥി, അതാണ് ഹൃദയഗ്രന്ഥി. അസ്യ ഇവന്റെ കർമാനുബന്ധോ ദൃഢ ആശ്രഭേദ, കർമ്മങ്ങളോട് ചേർന്നിരിക്കുന്ന, കർമ്മ അനുബന്ധമായ ദൃഢ ഉറപ്പായ മനസ്സ് ആശ്രഭേദ ശിഥിലമാകും. ഹൃദയഗ്രന്ഥിയിൽ നിന്നും എപ്പോഴാണ് പിന്തിരിയേണ്ടത് എന്ന് ഉപദേശിക്കുകയാണ്. ജന്മജന്മാന്തരങ്ങളായി ചെയ്യുന്ന കർമ്മങ്ങളോട് അല്ലെങ്കിൽ ആ കർമ്മവാസനകളോട് ചേർന്നിരിക്കുന്ന മനോരൂപമായ ഹൃദയഗ്രന്ഥിക്ക്, ഹൃദയങ്ങൾ ഒന്നിപ്പിക്കുന്നത് മനസ്സാണ്. കാരണം ഹൃദയം സ്ഥിതി ചെയ്യുന്നത്, മനസ്സ് സ്ഥിതി ചെയ്യുന്ന ഹൃദയത്തിലായതുകൊണ്ട് മനസ്സൊന്നിക്കാന്ന് വെച്ചാൽ ഹൃദയങ്ങൾ ഒന്നിക്കുക എന്നതിനെ അർത്ഥം. അങ്ങനെ മനോരൂപമായ ഹൃദയഗ്രന്ഥിക്ക് എപ്പോഴാണോ ശൈഥില്യം വരുന്നത്, ശിഥിലത ഉണ്ടാകുന്നത്, അയവുണ്ടാകുന്നത്, മനസ്സുകൊണ്ട് ഞങ്ങൾ രണ്ടാണ് എന്ന് എപ്പോഴും സങ്കല്പിച്ചുകൊണ്ട് കർമ്മങ്ങളിൽ അനുബന്ധിതനായി ദൃഢമായ ഹൃദയഗ്രന്ഥി എപ്പോഴാണോ അയഞ്ഞു പോകുന്നത്, തഥാ അപ്പോൾ ജനഹ സംപരിവർത്തതേ, അപ്പോൾ ജനങ്ങൾ പിന്തിരിയുന്നു. സംപരിവർത്തതേ പിന്തിരിയുന്നു. അസ്മാത് ഇതിൽ നിന്നും മുക്തപരം വ്യാധി അഹിതായ ഹേതു, ഹേതും അതിഹായ ഹേതുവിനെ ഉപേക്ഷിച്ചിട്ട് പരമപുരുഷാർത്ഥത്തെ, പരമത്തെ വ്യാധി പ്രാപിക്കുന്നു. ഹേതും അതിഹായ മുക്ത പരം വ്യാധി, ഇതിൽ നിന്നും മുക്തനായിട്ട് പരമമായ ഈശ്വരസത്തയിലേക്ക് ലയിക്കുക തന്നെ ചെയ്യും. വാസനകളെ വിവേകം കൊണ്ട് അടക്കാൻ ശക്തനായെങ്കിൽ മാത്രമേ മനസ്സ് ശാന്തമാകൂ. അതുവരെ മനസ്സ് വിക്ഷുബ്ധമാകും. കർമ്മങ്ങൾ മനസ്സിനെ അടക്കി ഭരിക്കുന്നേ. അങ്ങനെ വരുമ്പോൾ അതിൽ നിന്നും മുക്തി കിട്ടില്ല. അപ്പൊ വാസനകളെ ഒക്കെ അടക്കി അതിന് ശക്തി ലഭിക്കുമ്പോൾ മനസ്സ് ശാന്തമാകും. ഈ അവസ്ഥയാണ് ഹൃദയഗ്രന്ഥിയുടെ ബലക്ഷയം എന്നിവിടെ പറഞ്ഞത്. അത് ശിഥിലമാകുന്നു, ആശ്രദ്ധേയത ശിഥിലമാകുന്നു എന്ന് പറഞ്ഞത് ഈ അവസ്ഥയാണ്. അങ്ങനെ ഹൃദയഗ്രന്ഥിയുടെ ബലക്ഷയം എപ്പോഴാണോ ഹൃദയഗ്രന്ഥിയിൽ നിന്ന്, സംസാരബന്ധനത്തിൽ നിന്ന് വിരക്തനായി ജനങ്ങൾ ഭവിക്കുന്നത്, അപ്പോൾ സംസാര കാരണമായ അഹന്തയെ, സ്വന്തം ശരീരത്തിൽ ഞാനെന്നുള്ള ഭാവത്തെ ഉപേക്ഷിച്ചിട്ട് പരമാത്മാവിനെ പ്രാപിക്കും. അഹന്ത നിമിത്തമാണ് മമതയുണ്ടാകുന്നത്. അഹന്തയാണ് നാശത്തിൽ മമതയും ഇല്ലാണ്ടാകും. അത് രണ്ടും കൂടിയതാണ് ഹൃദയഗ്രന്ഥി. മമ അഹം എന്നുള്ളതാണ് ഹൃദയഗ്രന്ഥി. അതുകൊണ്ട് അഹന്തയെ ഉപേക്ഷിച്ചാൽ, ശരീരാഭിമാനത്തെ ഉപേക്ഷിച്ചാൽ പരമാത്മാവിനോട് ഏകീഭവിക്കാൻ കഴിയും. ബഹുജന്മാന്തരങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ അനുബന്ധ നിമിത്തം ഹൃദയഗ്രന്ഥിക്ക് ബലമുള്ളത് കൊണ്ട് അതിനെ ജയിക്കാൻ പ്രയത്നം ആവശ്യമാണ്. അത്ര എളുപ്പമായിട്ടില്ല, നന്നായി പ്രയത്നിക്കണം. തദാജന സംപരിവർത്തത അസ്മാൻ മുക്തപരം യാതി അഹിതായ ഹേതു. ഹേതും അതിഹായ ഉപേക്ഷിച്ചു, കാരണത്തെ ഉപേക്ഷിച്ചിട്ട് അത് പരമമായ പുരുഷാർത്ഥമെന്ന മോക്ഷത്തിലേക്ക് തന്നെ യാതി പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് രണ്ടുപേരുടെയും ഹൃദയത്തിലുള്ള ഞാൻ, എൻ്റെ എന്നുള്ള ആ ഹൃദയഗ്രന്ഥിയെ അവിടെ കെട്ടുന്നത് അഭിമാനത്തെ രണ്ടുപേരും എന്ത് ചെയ്യണം? വിട്ടുകളയണം. അതിനെന്ത് വേണം? വിവേകം വേണം.
വിവേകം കൊണ്ട് അഭിമാനത്തെ വിട്ടാൽ എത്ര ജന്മങ്ങളിലൂടെ ആർജിച്ച കർമ്മപദ്ധതികൾ ഉണ്ടെങ്കിലും അതിനെ ജയിക്കാൻ ഈ ജ്ഞാനം കൊണ്ട്, ഈ അറിവ് കൊണ്ട് മനുഷ്യന് സാധ്യമാകും. അതിലേക്ക് എത്തുക തന്നെ ചെയ്യണം. എന്നാലേ പരമമായ മുക്തി അനുഭവിക്കാൻ പറ്റുള്ളൂ. ജീവിതം എന്ന് പറയുന്നത് ഈ സ്ത്രീ പുരുഷ സംയോഗം കൊണ്ട് അനുഭവിക്കുന്ന ഭൗതികമായ ആനന്ദത്തിൽ മാത്രം മരണം വരെ ലയിച്ച് അതിനപ്പുറമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നത് അല്ല എന്ന് കുട്ടികളോട് ഓർമ്മപ്പെടുത്തി വിടേണ്ടത് മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും ഒരു കടമയാണ്. അത് നിരന്തരമായും ചെയ്തേ പറ്റുള്ളൂ. ഇത് ഋഷഭദേവൻ ഇപ്പോഴേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തുകൊടുക്കുകയാണ്. വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് ഇഷ്ടാനുസരണം ജീവിച്ച് ധാരാളം സമ്പത്തുണ്ടാക്കി മൈഥുനസുഖം അനുഭവിച്ച് ആ ഞാൻ എന്ന രണ്ടുപേരും പ്രത്യേകം അഭിമാനിച്ച് എൻ്റെ എന്ന് പ്രത്യേകം അഭിമാനിച്ചുണ്ടാക്കിയെടുക്കുന്ന ഈ ജീവിതത്തിൻ്റെ ഭൗതിക ഫബര്യകളൊക്കെ വീണുടഞ്ഞ് നശിച്ചു പോകുന്നതാണ് എന്ന് ഒരവബോധം ഈ കുട്ടിയിൽ ഉണ്ടാക്കി കൊടുത്തിട്ട് അത് സ്വീകരിക്കുന്നതോടൊപ്പം ഇതല്ല ശരി, ഇതിൻ്റെ അപ്പുറത്ത് ഞങ്ങളുടെ ഹൃദയഗ്രന്ഥികൾ ഒന്നായി ചേർന്ന് അഹന്തയെ ഇല്ലാതാക്കിയിട്ട് ഈശ്വര ഭക്തിയിലേക്ക് ലയിക്കാൻ പറ്റണം എന്ന് ബോധ്യപ്പെടുത്തുക. ഞാൻ ക്ലാസ്സിലാകേണ്ട കട്ട് ചെയ്ത് ക്ലാസ് കഴിഞ്ഞ് വിളിക്കാം. 4:30 യഥാ മനോഹൃദയ ഗ്രന്ഥിരഫ്യകർമാനുബന്ധോ ദൃഢ ആശ്രഥേത തഥാ ജന സംപരിവർത്തതേമാൻ മുക്തപരം യത്യതിഹായ ഹേതും. യഥാ മനോഹൃദയ ഗ്രന്ഥിരഫ്യകർമാനുബന്ധോ ദൃഢ ആശ്രഥേത തഥാ ജന സംപരിവർത്തതേമാൻ മുക്തപരം യത്യഹിതായ ഹേതും. ഹംസേ ഗുരൗ മയി ഭക്തി അനുവൃത്യാ വിതൃഷ്ണയാ ദ്വന്ദ്വതിദിക്ഷയാ ച സർവത്ര ജന്തോർ വ്യസനാവഗത്യ ജിജ്ഞാസയാ തപസേഹാനിവൃത്താം. ഹംസേ ഗുരൗ മയി. ഹംസേ ഗുരൗ പരമഹംസനായ ഗുരുവിൽ, ഹംസനായ ഗുരുവിൽ ഹംസേ ഗുരൗ മയി എന്നിലും ഭക്തിയ ഭക്തി കൊണ്ടും അനുവൃത്യ അനുസരണം കൊണ്ടും പിന്തുടരുന്നത് കൊണ്ടും ഹംസേ ഗുരൗ മൈ ഭക്തിയ അനുവൃത്യ വിതൃഷ്ണയാ. അപ്പോൾ ഈ തൃഷ്ണ ഇല്ലാതാകും, ആശകളെ ഉപേക്ഷിക്കാൻ പറ്റും. വിതൃഷ്ണ കൊണ്ട് ദ്വന്ദ്വ തിതിക്ഷയാച സുഖദുഃഖങ്ങളെ ത്യജിക്കാനുള്ള ഒരു വാസനയുണ്ടാകും. തിതിക്ഷയാണ് ക്ഷമിക്കാനുള്ള ഒരു മനോഭാവം. സുഖം വന്നാലും ദുഃഖം വന്നാലും രണ്ടും ക്ഷമയോടെ അനുഭവിക്കാനുള്ള മനോഭാവത്തോടെയും സർവത്ര എല്ലായിടത്തും ജന്തോഹോ വ്യസനാവഗത്യ, പ്രാണിക്ക് വ്യസനമാണെന്ന് അറിയുന്നത് കൊണ്ട് മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ദിക്കിലും ദുഃഖമുണ്ടായിക്കൊണ്ടിരിക്കും എന്നറിഞ്ഞിട്ട് ജിജ്ഞാസയാ സത്യം അറിയണമെന്നുള്ള താല്പര്യം കൊണ്ടും തപസ് കൊണ്ടും ഈഹാനിവൃത്യ കർമ്മത്യാഗം കൊണ്ടും ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഹൃദയഗ്രന്ഥി നശിക്കാത്തത് എന്നുള്ള കാരണം പറഞ്ഞു. അഹന്താരൂപമാണ്. അഹന്ത എന്ന കാരണമുള്ളത് കൊണ്ടാണ്. കാരണനാശത്തിന് വേണ്ടി എന്ത് ചെയ്യണം? അവിടെ പരിശ്രമിക്കണം. എങ്ങനെ പരിശ്രമിക്കണം എന്ന് ഒന്ന് സൂചിപ്പിക്കാൻ പോവാണ്. ഈ അഹന്തയെ എന്ന കാരണത്തെ നശിപ്പിക്കണം എന്ന് പറഞ്ഞു. എങ്ങനെ നശിപ്പിക്കണം? ആ വഴി കൂടെ പറഞ്ഞിരണ്ടേ. ജലത്തിൽ കറന്നിരിക്കുന്ന പാല് വേർതിരിച്ചെടുക്കുന്ന പക്ഷിയാണല്ലോ ഹംസ പക്ഷികൾ. പാലും വെള്ളവും കൊടുത്താൽ എന്നെ വേർതിരിക്കാൻ പറ്റും. ഇതുപോലെ വേണം
ജഡത്തിൽ കലർന്നു നിൽക്കുന്ന ചൈതന്യത്തെ വർദ്ധിച്ചു. ഈ ശരീരം എന്ന ഈ ജഡത്തിൽ, ശരീരത്തിൽ ഉള്ളിൽ ആരുണ്ട്? പരമാത്മാവെന്ന സത്യസ്വരൂപനായ ഒരു ശക്തി ഉണ്ട്. അത് തിരിച്ചറിയണമെങ്കിൽ പാലിൽ നിന്നും വെള്ളം മാറ്റുന്നത് പോലെ അത്ര എളുപ്പമല്ല. പാലാണ് വാസ്തവത്തിൽ ആത്മസ്വരൂപം. അതിൽ ദേഹം, ശരീരമെന്ന വെള്ളം കൂടി മിക്സ് ചെയ്താണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമുക്കതൊക്കെ മതി. ആ പാലിൽ നിന്നും വെള്ളം മാറ്റിയിട്ട് പാല് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇവിടെ മക്കളോട് ഉപദേശിക്കുന്നത് അതുപോലെ ഒരു പ്രയത്നം ജീവിതത്തിൽ ആവശ്യമാണ് ആത്മസ്വരൂപത്തെ കണ്ടെത്താൻ. അതുകൊണ്ട് ഈശ്വരനും എന്നിലും പരമപ്രേമമായ ഭക്തി ഉണ്ടാവണം. ഹംസേ ഗുരൗ മൈ, പരമഹംസനായ ഈശ്വരനില്, ഗുരുവില്, എന്നിൽ ഒക്കെ ഇളക്കമില്ലാത്ത ഒരു ഭക്തി ഉണ്ടാകണം. പരമപ്രേമലക്ഷണമായ ഭക്തി ഉണ്ടാവണം. ആ ഭക്തിയുടെ അടയാളമാണ് ഈശ്വര സേവ, ഗുരുസേവ, മാതാപിതാക്കളെ സേവിക്കൽ. ഈ മൂന്നെണ്ണം. ഇവരെ സേവിക്കാൻ കഴിയുന്നതിൻ്റെ ഭാവം ഭക്തി എന്നാണ്. അത് ഉണ്ടാക്കിയെടുത്താൽ, ഈ സേവ നിരന്തരം ചെയ്താൽ വിഷയസുഖത്തിലുള്ള ആഗ്രഹം കുറേശ്ശെ കുറഞ്ഞു വരും. സുഖദുഃഖങ്ങളെ സഹിക്കാനുള്ള ക്ഷമയുണ്ടാകും. ഇന്ദ്രിയങ്ങളെ അടക്കാൻ ഉപകരിക്കുന്ന ആഹാരാദികൾ, അതുകൊണ്ട് ചെയ്യുന്ന തപസ്, കാമ്യകർമ്മങ്ങളെ വേണ്ടെന്ന് വെക്കാം. സത്യം അസത്യം രണ്ടും തിരിച്ചറിയാനുള്ള ഒരു താല്പര്യം. ഈ നാലെണ്ണമാണ് അഹന്തയെ ജയിക്കുന്നതിൽ സഹായിക്കുന്നത്. അഹന്ത ഇല്ലാതാക്കാൻ എന്തൊക്കെ വേണമെന്നാ ചോദിച്ചത്? ഈ നാലെണ്ണം വേണം. ഒന്ന് എന്താണ്? ഈശ്വരനിലും ഗുരുവിലും മാതാപിതാക്കളിലും ഭക്തി ഉണ്ടാവണം. ആ ഭക്തി എങ്ങനെ ഉണ്ടാകും? അവരെ നിർവ്യാജമായി സ്നേഹിക്കണം, ആരാധിക്കണം, സേവിക്കണം. ഇത് കുറച്ചു നാള് നിരന്തരമായി ചെയ്യുമ്പോൾ ഭൗതിക വിഷയത്തിനുള്ള ആഗ്രഹം പതുക്കെ പതുക്കെ കുറഞ്ഞു വരും. രണ്ടാമത്തെ അതാണ്. അങ്ങനെ കുറഞ്ഞു വന്നാൽ സുഖദുഃഖങ്ങൾ എന്തു വന്നാലും സഹിക്കാനുള്ള ക്ഷമ ഉണ്ടാക്കി. സുഖം വന്നാലും സഹിക്കാം, ദുഃഖം വന്നാലും സഹിക്കാം. അങ്ങനെ വന്നാൽ ഇന്ദ്രിയങ്ങളെ അടക്കാൻ ഉള്ള ഒരു തപസ് തന്നെ അനുഷ്ഠിക്കും. ഈ നാലെണ്ണമാണ് അഹന്ത ഇല്ലാതാക്കാനുള്ള മനുഷ്യ ജീവിതത്തിന്റെ വഴികൾ എന്ന് പിതാവ് പുത്രന് ഉപദേശിച്ചു കൊടുക്കുക. ഹംസേ ഗുരൗ മൈ ഭക്ത്യാനുവൃത്യാം വിതൃഷ്ണയാ ദ്വന്ദ്വദിദിക്ഷയാചാം സർവത്ര ജന്തോർവ്യസനാവഗത്യാം ജിജ്ഞാസയാ തപസേഹ നിവൃത്യാം. ഹംസേ ഗുരൗ മൈ ഭക്ത്യാനുവൃത്യാം വിതൃഷ്ണയാ ദ്വന്ദ്വദിദിക്ഷയാച സർവത്ര ജന്തോർവ്യസനാവഗത്യാം ജിജ്ഞാസയാ തപസേഹ നിവൃത്യാം. മത്കർമ്മഭൻ മത്കഥയാച നിത്യം മദ്ദേവസംഗുണകീർത്തനാന്മേ നിർവൈരസാമ്യോപശമേന പുത്രാഹം ജിഹാസയാ ദേഹഗേഹാത്മബുദ്ധേഃ. മത്കർമ്മഭിഹി, എനിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളാലും, മത്കഥയാച, എന്റെ കഥ കൊണ്ടും, മത്കർമ്മഭിഹി മത്കഥയാച നിത്യം എന്നും, മദ്ദേവസംഗാത് ഞാനാകുന്ന ദേവനോടുള്ള ചേർച്ച കൊണ്ടും, ഗുണകീർത്തനാത് എന്റെ ഗുണകീർത്തനങ്ങളാലും, മേ ഗുണകീർത്തനാത് നിർവൈര സാമ്യോപശമേന പുത്രാഹം. ഈ മൂന്നെണ്ണം കൊണ്ട് നിർവൈര സാമ്യോപശമം, നിർവൈരം
സാമ്യം, ഉപശമം എന്ന 3 ഗുണങ്ങൾ ഉണ്ടാകും. വൈരമില്ലാതിരിക്കുക, സാമ്യം എല്ലാറ്റിനെയും ഒരുപോലെ കാണാൻ പറ്റുക, ഉപശമം എല്ലാത്തിൽ നിന്നും കുറേശ്ശെ പിന്തിരിയാൻ പറ്റുക. ഇത്രയും കൊണ്ട് ദേഹ ഗേഹ ആത്മബുദ്ധേഹ ജിഹാസയ, ദേഹത്തിനും ഗേഹത്തിനുമുള്ള ആത്മബുദ്ധിയുടെ ത്യാഗത്തിനുള്ള ഇച്ഛ, ജിഹാസ, ഹാതും ഇച്ഛ, ത്യജിക്കാനുള്ള ആഗ്രഹം. അതുകൊണ്ടും അഹന്ത ഇല്ലാതാക്കാം ഹേ പുത്രന്മാരെ. ഇനിയും അഹന്ത ഉണ്ടാക്കാനുള്ള, അഹന്ത ഇല്ലായ്മ ചെയ്യാനുള്ള വഴികൾ ഈ ഗാർഹസ്ഥ്യ ജീവിതത്തിൽ ദമ്പതിമാർക്ക് ദോഷകരമായി ബാധിക്കുന്ന മമയെന്നും അഹമെന്നും ഞാനെന്നും എൻ്റെ എന്നുള്ള അഹന്തയെ എന്ന ഹൃദയഗ്രന്ഥിയെ പതുക്കെ പതുക്കെ അലിയിച്ച് ലയിച്ച് ഇല്ലാതാക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്ന് വിസ്തരിച്ച് ബന്ധിപ്പിക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞു വിടുകയല്ല, എങ്ങനെ ചെയ്യണം എന്ന് കൂടി പറയാം. മുമ്പ് പറഞ്ഞു 4 ഇനിയും പറയുന്നത് എനിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുക. ഏത് കർമ്മം ചെയ്യുമ്പോഴും അത് എനിക്ക് വേണ്ടിയാണെന്ന് ആ കർമ്മത്തിന്റെ പിന്നിൽ സങ്കല്പം ഉണ്ടാവണം. അത്രേ വേണ്ടൂ. ആ കർമ്മം നിങ്ങൾ ചെയ്തോളൂ, അതിന്റെ ഫലവും നിങ്ങൾ അനുഭവിച്ചോളൂ. ഭക്ഷണം തയ്യാറാക്കുമ്പോൾ ഇത് എനിക്കും എൻ്റെ വീട്ടുകാർക്കും വേണ്ടിയാണ് എന്നുള്ള ആ ഒരു എൻ്റെ എന്നുള്ള മമത ഒഴിവാക്കിയാൽ ഇത് ഈശ്വരന് വേണ്ടി ഞാൻ തയ്യാറാക്കുന്ന ഭക്ഷണമാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് തയ്യാറാക്കിയിട്ട് എല്ലാവർക്കും വിളമ്പിക്കൊടുത്ത് നിങ്ങളും കഴിച്ചോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് സങ്കല്പിച്ചാൽ അതിൻ്റെ ഉള്ളിൽ ആക്ഷേപങ്ങൾ, വിഷമതകൾ, ദുഃഖങ്ങൾ, പോരായ്മകൾ, കുറവുകൾ ഇതൊക്കെ കണ്ടുപിടിച്ച് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഈശ്വരന് വേണ്ടിയാണ് ഇതൊക്കെ പാകം ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത് എന്നാണെങ്കിൽ ഒരു കംപ്ലൈന്റ് ഉണ്ടാകും. ഈ മനോഭാവത്തോടു കൂടി ഏത് കർമ്മവും, ഇത് മാത്രമല്ല ഏത് ജോലി ചെയ്യുമ്പോഴും ഞാൻ ഈ ജോലികൾ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയോ കമ്പനി നന്നാക്കാനോ മറ്റൊരാൾക്ക് വേണ്ടിയോ അല്ല, പിന്നെന്താണ്, ഈശ്വരന് വേണ്ടി ചെയ്യുന്ന കർമ്മമാണ്. മത്കർമ്മഭിഹി മത്കഥയാച. പിന്നെ തരം കിട്ടുമ്പോഴൊക്കെ ഈശ്വര കഥകളെ കുറിച്ച് സ്മരിക്കുക, ഓർമ്മിക്കുക, പാടുക, പറയുക, കീർത്തനം ചെയ്യുക. ഇനിയും മദ്ദേവ സംഗാത്, ഞാനാകുന്ന ദേവനോടുള്ള ചേർച്ച. സംഘമുണ്ടാകേണ്ടത് ഈശ്വരനോടാണ്, ഭാര്യയോടല്ല, ഭർത്താവിനോടല്ല, മക്കളോടല്ല, ബന്ധുക്കളോടല്ല, ജനങ്ങളോടല്ല, കൂട്ടുകാരോടല്ല. വേണ്ടാത്തവരോട് അമിതമായ സംഗമം ഉണ്ടാക്കി വെച്ചാൽ ഭൗതിക ലോക ജീവിതത്തിലേക്ക് വേണ്ട അഹന്തയും മമതയും കൂടി വരികയുള്ളൂ. അത് മാറ്റിയിട്ട് ഞാൻ ബന്ധിക്കേണ്ടത് ഈശ്വരനോടാണ് എന്നുള്ള സംഘം. മദ്ദേവസംഗാത് ഗുണകീർത്തനാത്മേ, മറ്റുള്ളവരുടെ ഗുണകീർത്തനങ്ങൾ പറയരുത്, എൻ്റേത് മാത്രം പറയാം. ആരെ കണ്ടാലും അവരുടെ ഗുണങ്ങളെക്കുറിച്ച് കീർത്തിക്കൽ ഗുണമല്ല, പിന്നെന്താണ്, ദോഷങ്ങൾ മാത്രമേ നമ്മൾ പറയുള്ളൂ. പരസ്പരം വീട്ടുകാരോ നാട്ടുകാരോ കൂട്ടുകാരോ ബന്ധുക്കളോ തമ്മിൽ കണ്ടുകൂട്ടിയാൽ എപ്പോഴും നമുക്ക് പറയാനുള്ളത് നമ്മളുടെ ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയും പരസ്പരമുള്ള ദോഷങ്ങളെക്കുറിച്ച് മാത്രമാണ്. ഇനി അല്ല, ഗുണങ്ങളെക്കുറിച്ച് പോലും പറയേണ്ട കാര്യമില്ലാതെ. ദോഷവും ഗുണവും പരസ്പരം പ്രകീർത്തിക്കാനുള്ളതല്ല, ഈശ്വര ഗുണങ്ങളെക്കുറിച്ചാണ് ഇവിടെ പ്രകീർത്തിക്കേണ്ടത്. ഗുണകീർത്തനാത്മേ. അങ്ങനെ ആയാൽ നിർവൈര സാമ്യ ഉപശമം ഉണ്ടാകും. ആരോടും വൈരം തോന്നിക്കില്ല, എല്ലാറ്റിനും ഒന്നുകൂടെ കാണാൻ പറ്റും, എല്ലാറ്റിനും അടക്കം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ വന്നാൽ ദേഹ ഗേഹ ആത്മബുദ്ധിയിൽ ഉള്ള ആഗ്രഹം ഇല്ലാണ്ടാകും. ഈ ശരീരത്തിനോട്, വീടിനോട്, എന്നോട് പോലുമുള്ള ആ സ്നേഹത്തെ പതുക്കെ പതുക്കെ ആ ബുദ്ധിയെ ത്യജിച്ച് ഇല്ലായ്മ ചെയ്ത് അങ്ങനെ ഈ അഹന്ത നശിച്ചാൽ മാത്രമേ എനിക്ക് ഈശ്വരനോട് ചേരാൻ പറ്റൂ. അല്ലയോ പുത്രന്മാരെ,
ഇതാണ് അഹന്തയെ ജയിക്കാനുള്ള വഴി. മത് കർമ്മഭിർമത് കഥയാച നിത്യം മദ്ദേവഭംഗദ്ഗുണകീർത്തനാന്നേ നിർവൈരസാമ്യോപശമേന പുത്രാം വിഹാസയ ദേഹഗേഹാത്മബുദ്ധേ. മത് കർമ്മഭിർമത് കഥയാച നിത്യം മദ്ദേവഭംഗദ്ഗുണകീർത്തനാന്നേ നിർവൈരസാമ്യോപശമേന പുത്രാം വിഹാസയ ദേഹഗേഹാത്മബുദ്ധേ. അധ്യാത്മയോഗേന വിവിക്തസേവയാം പ്രാണേന്ദ്രിയാത്മാഭിജയേന ഫദ്ധ്രക് തത്ശ്രദ്ധയാ ബ്രഹ്മചര്യേണ ശശ്വത് അസംപ്രമാദേന യമേന വാചാം. അധ്യാത്മയോഗേന, അധ്യാത്മശാസ്ത്രം കൊണ്ട്, വിവിക്ത സേവയാ, ഏകാന്ത സേവ കൊണ്ട്, പ്രാണേന്ദ്രിയ ആത്മാഭിജയേന സത്യക്, പ്രാണനെ, ഇന്ദ്രിയങ്ങളെ, ആത്മാവിനെ വേണ്ടതുപോലെ ജയിക്കുക. സത്യക് വേണ്ടതുപോലെ ജയേന ജയിക്കുന്നത് കൊണ്ട്, തത്ശ്രദ്ധയാ സത്തിനെ കുറിച്ചുള്ള ശ്രദ്ധ കൊണ്ട്, ബ്രഹ്മചര്യേന ബ്രഹ്മചര്യം കൊണ്ടും, ശശ്വത് എല്ലായ്പ്പോഴും, അസംപ്രമാദേന യമേന വാച അസംപ്രമാദം കൊണ്ട്, പ്രമാദമില്ലാതിരിക്കുന്നത് കൊണ്ടും, വാക്കുകളെ അടക്കുന്നത് കൊണ്ടും, വാചാം യമീന വാക്കിന്റെ സംയമനം കൊണ്ടും, വാക്കുകളെ അടക്കുന്നത് കൊണ്ടും അഹന്തയെ ജയിക്കാൻ പറ്റും. അഹന്തയെ ജയിക്കാനുള്ള എത്ര വഴികളാ പറഞ്ഞു തന്നിരിക്കുന്നത്. ഞാൻ എന്നുള്ള അഹന്ത, എൻ്റെ എന്നുള്ള അഹന്ത എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? ഈ ഋഷഭനിൽ കൂടിയാണ് വ്യാസൻ ഈ കാര്യം നമ്മെ ബോധ്യപ്പെടുന്നത്. ഇത് പറ്റില്ല എന്ന് ധരിച്ചിരിക്കുന്നവർക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ കുറേശ്ശെ അനുഷ്ഠിച്ച് നോക്കൂ, അനായാസമായി ഇത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് എന്ന്. ഇത് മാറ്റാതെ കണ്ട് എന്താണ്, സംസാര ലോക ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വിഷമമാണ്. അതുകൊണ്ടാണ് പ്രത്യേകം അത് എടുത്തു പറയാൻ കാരണം. വേദാന്ത ശാസ്ത്രങ്ങളെല്ലാം ആത്മതത്വത്തെ വിവരിക്കുന്ന ശാസ്ത്രങ്ങളാണ്. അത് കുറേശ്ശെ അഭ്യസിക്കണം. അതിൽ കൂടി എന്ത് ചെയ്യാം, അഹന്തയും മമതയും കുറേശ്ശെ ഇല്ലാതാക്കാൻ പറ്റും. വേദങ്ങൾ പഠിക്കുക, ഉപനിഷത്തുകൾ പഠിക്കുക, പുരാണങ്ങൾ പഠിക്കുക, ദർശനങ്ങൾ പഠിക്കുക എന്നിങ്ങനെയുള്ള ശാസ്ത്ര അഭ്യസനം കൊണ്ട് അധ്യാത്മയോഗേന, അതുപോലെ ഒരു ദിവസം അല്പസമയെങ്കിലും ഒറ്റയ്ക്ക് ഏകാന്തതയിൽ പോയിരുന്ന് ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും. ജനമധ്യത്തിൽ ബഹളത്തിനിടയ്ക്ക് ശബ്ദങ്ങൾ കേട്ട് മറ്റു പലതും കണ്ട് ആവരുത്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട്, അതുകൊണ്ടാണ് വിവിക്ത സേവ എന്ന് പറഞ്ഞത്. ഇനിയും വേണ്ടത് പ്രാണങ്ങളെയും ഇന്ദ്രിയങ്ങളെയും ജയിക്കണം. പ്രാണായാമം കൊണ്ട് പ്രാണനെ ജയിക്കാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യണം, നിരന്തരമായും പ്രാണായാമം അനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കുക. ഇനിയും അടുത്ത പ്രത്യാഹാരം കൊണ്ട് ഇന്ദ്രിയങ്ങളെ ജയിക്കാം. പ്രത്യാഹാരം തിരിച്ചു പിടിക്കൽ. വിഷയങ്ങളുടെ പുറകെ ലെവലില്ലാതെ പാഞ്ഞു പോകുന്ന ഇന്ദ്രിയങ്ങളെ അതിൽ നിന്നും തിരിച്ചു പിടിച്ച് പുറകോട്ട് വലിച്ചു കൊണ്ടുവരാൻ പറ്റും. അതാണ് പ്രത്യാഹാരം. പ്രാണൻ, ഇന്ദ്രിയം. ഈ പ്രാണത്തെയും ഇന്ദ്രിയത്തെയും ധാരണ കൊണ്ട്, ആരാണ് ഈശ്വരൻ, എന്താണ് ഈശ്വരൻ എന്ന് ധരിച്ചുറപ്പിച്ചു വെച്ചിരിക്കുന്ന ധാരണ കൊണ്ട് ഇതിനെ, അതാണ് ആത്മജയേന, അഭിജയേന വേണ്ടതുപോലെ ആത്മാവിനെ ജയിക്കാൻ സാധിച്ചാൽ സത്ശ്രദ്ധയാ, സത്തായ ഈശ്വരന്റെ കാര്യത്തിൽ മാത്രമേ ശ്രദ്ധ വേണ്ടൂ. ഭൗതിക കാര്യങ്ങൾ അനാവശ്യമായി ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചില്ലേലും അതൊക്കെ ഇവിടെ നടന്നുകൊണ്ടേയിരിക്കും. ശ്രദ്ധിക്കേണ്ടത് ഈശ്വര കാര്യത്തിൽ മാത്രമാണ്. ഈ ശാസ്ത്ര വിഷയത്തിൽ പറഞ്ഞിരിക്കുന്ന അനുഷ്ഠാനത്തിൽ ശ്രദ്ധയുണ്ടാകണം. ബ്രഹ്മചര്യത്തെ ദീക്ഷിക്കാൻ പറ്റുക.
സ്ത്രീഭംഗം എല്ലായ്പ്പോഴും ചെയ്യാനുള്ളതല്ല. അതിന് അനുവദിച്ചിരിക്കുന്ന ഒരു കാലമുണ്ട് ജീവിതത്തിൽ, ആ സമയത്ത് അത് ചെയ്യാം. അല്ല എല്ലാ ദിവസവും മുടങ്ങാതെ അനുഷ്ഠിക്കുന്ന ഒരു ആചരണമാണ് സ്ത്രീ വിഷയ ഭംഗം എന്ന് ധരിച്ചു വശാകരുത്. അതിൻ്റെ പേരാണ് ബ്രഹ്മചര്യം എന്ന്. അത് ഇടയ്ക്കിടയ്ക്ക് അനുഷ്ഠിച്ചുകൊണ്ട് എന്താണ്, ഒരു ഗൃഹത്തിൽ സ്ത്രീകളുമായി ഭംഗം ചെയ്യാൻ ഋതുകാലത്തിൽ മാത്രമേ ഇത് അനുവദിച്ചിരുന്നുള്ളൂ. സ്ത്രീകൾ ഋതുക്കളായിരിക്കുന്ന സമയത്ത് അതിൻ്റെ ദിവസം കഴിയുമ്പോൾ അവരുമായി ഇഷ്ടാനുസരണം ഭംഗം ചെയ്ത്, അല്ലാത്ത സമയത്ത് സ്ത്രീ സംഘത്തിൽ നിന്ന് മാറി നിൽക്കണം. അതിൻ്റെ പേര് ബ്രഹ്മചര്യം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ബ്രഹ്മചര്യം അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ. ഇന്നതല്ല, അവർക്ക് എപ്പോൾ തോന്നുന്നു അപ്പോഴൊക്കെയും ഭംഗത്തിന് മുതിരുന്ന അവസ്ഥയാണ് ഇന്ന്. അതുകൊണ്ടാണ് കുടുംബജീവിതം താറുമാറായി പോകുന്നത്. അഹന്തയെ മാറ്റി നിർത്താൻ പറ്റാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ അഹങ്കാരത്തെ ജയിക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്ന് അധ്യാത്മയോഗേന വിവിക്തസേവയ പ്രാണേന്ദ്രിയ ആത്മാഭിജയേന സത്ശ്രദ്ധയാ ബ്രഹ്മചര്യേണ ശശ്വത് അസംപ്രമാദേന യമേന വാച. വാക്കുകളൊന്ന് അടക്കണം. ഇടയ്ക്കിടയ്ക്ക് മൗനം അനുഷ്ഠിക്കണം. എല്ലാത്തിനും മറുപടി പറഞ്ഞ് എല്ലാത്തിനും ഇടപെട്ട് പോവാതെ കുറച്ചൊക്കെ മൗനം നടിച്ച് ആവശ്യം വേണ്ടത് മാത്രം പറയാൻ പറ്റുക. അങ്ങനെ വാക്കിനെയും അടക്കണം, മനസ്സിനെയും അടക്കണം. അസംപ്രമാദേന വാചാം യമേന അഹന്തയെ നശിപ്പിക്കാൻ പറ്റും. അധ്യാത്മയോഗേന വിവിക്ത സേവയാം പ്രാണേന്ദ്രിയാത്മാഭിജയേന സത്ശ്രദ്ധയാ ബ്രഹ്മചര്യേണ ശശ്വത് അസംപ്രമാദേന യമേന വാചാം. അധ്യാത്മയോഗേന വിവിക്ത സേവയാം പ്രാണേന്ദ്രിയാത്മാഭിജയേന സത്ശ്രദ്ധയാ ബ്രഹ്മചര്യേണ ശശ്വത് അസംപ്രമാദേന യമേന വാചാം. സർവത്ര മദ്ഭാവവിചക്ഷണേന ജ്ഞാനേന വിജ്ഞാന വിരാജിതേന യോഗേന ഉദ്യമസത്വയുക്തോ ലിംഗം വ്യപോഹേൻ കുശലോഹമഖ്യം. സർവത്ര എല്ലായിടത്തും മദ്ഭാവവിചക്ഷണേന എൻ്റെ ഭാവത്തിൽ മാത്രം സാമർഥ്യമുള്ളവനായിരിക്കുക. വിചക്ഷണൻ സമർത്ഥൻ നികൻ. മദ്ഭാവത്തിൽ വിചക്ഷണനായിരിക്കുന്നത് കൊണ്ട് ജ്ഞാനേന ജ്ഞാനം കൊണ്ടും വിജ്ഞാനവിരാജിതേന വിജ്ഞാനം ഭൗതിക ലോക ജീവിതത്തിൻ്റെ അറിവുകൾ കൊണ്ട് ശോഭിക്കുന്നതുമായ യോഗേന ധൃത്യുദ്യമസത്വയുക്തോ യോഗം കൊണ്ടും ധൃതി ഉദ്യമസത്വയുക്ത. ധൃതി ധൈര്യം, ഉദ്യമം പ്രയത്നം, സത്വം സത്തായ വസ്തു അറിയൽ വിവേകം, ഇവയോട് കൂടിയവനായിട്ട് യോഗേന ധൃതി ഉദ്യമ സത്വയുക്തനായാൽ അവൻ കുശലനാണ്. അങ്ങനെ സമർത്ഥനായവൻ, കുശലൻ സമർത്ഥൻ എന്നുള്ളത്, അവൻ അഹം ആഖ്യം ഞാൻ എന്ന പേരോട് കൂടിയ ലിംഗം സൂക്ഷ്മ ശരീരത്തെ വ്യപോഹേ ഉപേക്ഷിക്കണം. എല്ലായിടത്തും സർവത്ര മദ്ഭാവവിചക്ഷണേന എന്നെ ഭാവിക്കുന്നതിനുള്ള സാമർഥ്യം ഉണ്ടായിരിക്കുക. എല്ലായ്പ്പോഴും മനസ്സിൽ ഈശ്വര ചിന്ത കൊണ്ട് നിറച്ചു വയ്ക്കുക. മറ്റു ചിന്തകൾ അനാവശ്യമായി നൂറുകണക്കിന് ഉള്ളിൽ കടന്നു കയറും. ആ ചിന്തകളെ കടത്തി ഇറക്കി വിടണം. അത് വെച്ചേക്കാനുള്ളതല്ല. ഏത് ചിന്തയായാലും, നല്ല ചിന്തയായാലും
ദുശ്ചിന്തകളായാലും അത് മനസ്സിൽ കൂടി കടന്നു വന്നാൽ അതിനപ്പുറത്ത് കളയണം. എന്നിട്ട് ശാശ്വതമായും ഉള്ളിൽ പ്രതിഷ്ഠിക്കേണ്ടുന്ന ചിന്ത സത്ചിന്തയാണ്, ഈശ്വര ചിന്തയാണ്. മദ്ഭാവവിചക്ഷണേന, അതുകൊണ്ടുണ്ടാകുന്നതാണ് ജ്ഞാനമുണ്ടാകും. അതുകൊണ്ട് സമാധി ഉണ്ടാകും, ധൈര്യമുണ്ടാകും, പ്രയത്നമുണ്ടാകും, വിവേകമുണ്ടാകും. ഇത്രയും സാധിച്ചാൽ ആ സാമർഥ്യത്തോടു കൂടിയുള്ള പുരുഷൻ അഹന്തയെ ഇല്ലാതാക്കിയിട്ട് ഈ ജീവന്റെ ഉപാധിയെ വേരോട് പറിച്ചുകളയും. ഞാൻ എന്ന് പറയുന്നത് കേവലമായ ജീവാത്മാവല്ല, അതിൻ്റെ ഉള്ളിലുള്ള അന്തരാത്മ ചൈതന്യമായ സാക്ഷാൽ ഈശ്വര ചൈതന്യമാണ് എന്ന് തിരിച്ചറിയാൻ പറ്റും അവൻ. ഈ തിരിച്ചറിവോടുകൂടി ജീവിച്ചാൽ ഈ ഭൗതികമായ ഒരു ബാധകളും നമ്മെ ബാധിക്കില്ല, ഏൽക്കില്ല. സ്വസ്ഥനാണ്, സ്വതന്ത്രനാണ്. ഇതിലാണ് സ്വാതന്ത്ര്യം, ഇതിലാണ് സ്വസ്ഥത. ഈ അഹന്തയെ കളഞ്ഞാൽ കിട്ടുന്ന ഏറ്റവും വലിയ അനുഭവം സ്വാതന്ത്ര്യമാണ്, സ്വസ്ഥതയാണ്. സർവത്തമദ്ഭാവവിചക്ഷണേന ജ്ഞാനേന വിജ്ഞാന വിരാജിതേന യോഗേന ധൃത്യുദ്യമഹത്വയുക്തോ ലിംഗം വ്യപോഹേത് കുശലോഹമഖ്യം. സർവത്രമദ്ഭാവവിചക്ഷണേന ജ്ഞാനേന വിജ്ഞാന വിരാജിതേന യോഗേന ധൃത്യുദ്യമഹത്വയുക്തോ ലിംഗം വ്യപോഹേത് കുശലോഹമഖ്യം. കർമാശയം ഹൃദയഗ്രന്ഥിബന്ധം അവിദ്യ ആഫാദിതമപ്രമത്താം അനേന യോഗേന യഥോപദേശം സമ്യക് വ്യപോക്ഷോ പരമേതയോഗാത്. കർമാശയം, കർമ്മത്തിന്റെ ഇരിപ്പിടം. ആശയം എന്ന് വെച്ചാൽ ഇരിപ്പിടം എന്നാണ്. ആമാശയം എന്ന് വെച്ചാൽ ദഹിപ്പിക്കാൻ പാകമായ ഭക്ഷണം ഇരിക്കുന്ന സ്ഥലം എന്നാണ്. ആമം ഇരിക്കുന്ന സ്ഥലമാണ് ആമാശയം. അവിടെ കർമാശയം കർമ്മങ്ങളുടെ ഇരിപ്പിടമായതും ഹൃദയഗ്രന്ഥി ബന്ധം ഹൃദയം ഗ്രന്ഥിരൂപത്തിലുള്ള ബന്ധത്തെ, ഹൃദയത്തിന്റെ കെട്ട് ആകുന്ന ബന്ധത്തെ അവിദ്യ ആഫാദിതം അപ്രമത്ത, അജ്ഞാനത്താൽ പ്രാപിക്കപ്പെട്ടതായ ഹൃദയഗ്രന്ഥിരൂപമായ ബന്ധത്തെ യഥോപദേശം, ഉപദേശമനുസരിച്ച് അപ്രമത്ത, പ്രമാദമില്ലാത്തവനായിട്ട് അനീന യോഗേന, ഈ യോഗം കൊണ്ട് സമ്യക് വ്യപോഹ്യ, വേണ്ടവണ്ണം കളഞ്ഞിട്ട് യോഗത്തിൽ നിന്നും ഉപരമേത, പിന്തിരിയണം, വിരമിക്കണം. ദേഹത്തിലും ഇന്ദ്രിയത്തിലും ഞാനെന്നും എൻ്റെ എന്നും തോന്നിയിരുന്നതാണല്ലോ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ട് വന്നിരുന്ന അഹന്ത. അത് അജ്ഞാനം കൊണ്ടാണ് വന്നു ചേർന്നത് എന്ന് ഒരു അവബോധം ഇപ്പോഴുണ്ടാകും. ഇതുവരെ ഉണ്ടാവില്ല, ഇപ്പോഴുണ്ടാകും. കർമ്മവാസനകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായ ഈ ശരീരരൂപമായ സംസാരബന്ധം, അതിനെ മുകളിൽ പറഞ്ഞ സാധനകൾ അഭ്യസിച്ച് ഇനിയും ജനിക്കാത്ത മട്ടിൽ അതിനെ നശിപ്പിച്ചതിന് ശേഷം അഭ്യാസത്തിൽ നിന്നും വിരമിക്കണം. അതുവരെ പിന്തിരിയരുത്. ഹൃദയത്തിൽ മാറാതിരിക്കുന്ന കാമനകൾ നശിച്ചെങ്കിൽ മാത്രമേ ഹൃദയഗ്രന്ഥി നശിക്കുള്ളൂ. കാമനകൾ തുടരുന്നത്തോളം നശിക്കില്ല. ഈ നിലയിൽ എത്തിയാൽ അവർക്ക് ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ പറ്റും. എന്നു മാത്രമല്ല, ബ്രഹ്മസ്വരൂപനായിരിക്കുന്നു അവൻ. ഇവനാണ് ജീവൻ മുക്തൻ. ഇതിനേക്കാൾ അധികരിച്ച് മറ്റൊരു പദവി ഇനി നേടാനേ ഇല്ല.
അതുകൊണ്ട് അവരെ സ്വയമേവ ഭൗതിക വിഷയങ്ങളിൽ നിന്നും അഭ്യാസം കൊണ്ട് വിരക്തി നേടും. യോഗാത് സമ്യക് വ്യപോഹ്യ ഉപരമേത. വേണ്ടതുപോലെ ഇതെല്ലാം കളഞ്ഞിട്ട് ഉപേക്ഷിക്കുക എന്ന് വെച്ചാൽ മനസ്സുകൊണ്ടാണ് ഉപേക്ഷിക്കേണ്ടത്. ശരീരം കൊണ്ട് ഇതൊക്കെ അനുഷ്ഠിച്ചു കൊണ്ടേയിരിക്കാം, പക്ഷെ മനസ്സുകൊണ്ട് ഇതിന്നൊക്കെ പിന്തിരിയണം. അങ്ങനെ ഉപേക്ഷിച്ചാൽ മാത്രമേ അഹന്ത കൊണ്ട് ഈ സംസാര ജീവിതത്തെ നന്നല്ല എന്ന് തിരിച്ചറിഞ്ഞ് ഉപേക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ദേഹം പതിക്കുന്നത് വരെ അതിൽ ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് കർമ്മ നിർമുക്തനും ആത്മാരാമനുമായിരിക്കുന്ന ജീവൻ മുക്തൻ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കെ തന്നെ മുക്തി പ്രാപിച്ചവനാണ്. മുക്തി എന്ന് വെച്ചാൽ മരിച്ചതിന് ശേഷം കിട്ടുന്ന ഒന്നല്ല. മുക്തി സ്വാതന്ത്ര്യമാണ്. അതിവിടെ ജീവിക്കുമ്പോൾ തന്നെ ആർക്കും അനുഭവിക്കാനുള്ളതാണ് ഈ മുക്തി എന്ന സ്വാതന്ത്ര്യം. അത് അനുഭവിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റും. കാരണം ഒരു വസ്ത്രം നമ്മൾ തീ കത്തിച്ച് കളഞ്ഞാൽ അത് തീ കത്തി എരിച്ചു തീർന്നാലും ആ രൂപത്തിൽ അത് അവിടെ കിടക്കും കുറച്ചു സമയം കൂടി. അപ്പൊ ദേഹം പതിക്കുന്നത് വരെ താൻ എന്ന പോലെ തോന്നുന്നതല്ലാതെ അതിൽ മനസ്സിരുത്തേണ്ട കാര്യം ഒന്നുമില്ല എന്ന് ഉദാഹരണം കൊണ്ട് വ്യക്തമാണ്. ഒരു പേപ്പർ കത്തിക്കരിക, ഒരു ശരീരം കത്തിക്കരിക കഴിഞ്ഞാൽ ആ മോഡൽ അതങ്ങനെ കുറച്ചു സമയം കൂടി കിടക്കും. അതുപോലെയാണ് ദേഹം പതിക്കുന്നത് വരെ ഞാൻ അതിലുണ്ട് എന്നുള്ള ഒരു തോന്നൽ മനസ്സിരുത്തി. അതുകൊണ്ട് കാര്യമില്ല. ഞാൻ ഇതിൽ നിന്നും വിട്ടുപോയതാണ്, ഇതിനകത്തെ ഒന്നും എന്നെ ബാധിക്കില്ല എന്ന് ഓരോ നിമിഷവും ഓരോ വിവേകം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ ജീവിച്ചാൽ അവൻ ജീവൻ മുക്തനാണ്. ഈ അവസ്ഥയാണ് അല്ലയോ പുത്രന്മാരെ മനുഷ്യജീവിതത്തിൽ നേടേണ്ടത് എന്ന് ജീവൻ മുക്ത അവസ്ഥയെക്കുറിച്ചൊന്ന് വർണ്ണിച്ച കർമാശയം ഹൃദയഗ്രന്ഥിബന്ധം അവിദ്യാസാദിതമപ്രമത്താം അനേന യോഗേന യഥോപദേശം സമ്യക് വിപോഹ്യോ പരമേത യോഗാൻ. കർമാശയം ഹൃദയഗ്രന്ഥിബന്ധം അവിദ്യാസാദിതമപ്രമത്താം അനേന യോഗേന യഥോപദേശം സമ്യക് വിപോഹ്യോ പരമേത യോഗാൻ. കർമാശയം ഹൃദയഗ്രന്ഥിബന്ധം അവിദ്യാസാദിതമപ്രമത്താം അനേന യോഗേന യഥോപദേശം സമ്യക് വിപോഹ്യോ പരമേത യോഗാത്. തീർന്നില്ല, ഏതാണ്ട് എൻ്റെ ഉപസംഹാരത്തിലേക്ക് പോകാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനെ ഈ ഉപസംഹാരത്തിൽ അദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെ ശരീരം വിട്ട് ജീവൻ മുക്തനായി ജീവിച്ച് ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ഇദ്ദേഹത്തിന്റെ കഥയാണ്. നമുക്ക് സമയം അതിക്രമിച്ചുകൊണ്ട് ഇന്ന് ഉപസംഹരിക്കാം. ബാക്കി നമുക്ക് അടുത്ത ദിവസം നോക്കാം. ആർക്കെങ്കിലും സംശയം തോന്നുന്നെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഉപസംഹരിക്കാം. 13ാമത്തെ ശ്ലോകത്തിലെ ഒരു വാക്കാണ് സാറേ, വ്യാപോഹേത് എന്നാണോ വ്യപോഹേത് എന്നാണോ? വ്യപോഹേത്. 14 വരുമ്പോ അത് വീണ്ടും പറയുന്നുണ്ട്, സമ്യക് വിപോഹ്യോ വ്യപോഹ്യ പരമേത യോഗാണ്. ദീർഘം വേണ്ടല്ലേ? അല്ല, വ്യപോഹ്യ ഉപരമേത, വ്യപോഹ്യോപരമേത. ശരി സാറേ, വ്യപോഹേത്. അതെ, വ്യപോഹേത് വ്യപോഹ്യ. വ്യപോഹ്യ ലബന്ധമാണ്, മറ്റേത് ലങ്ങുമാണ്. അത്രയുള്ള വ്യത്യാസം. വ്യപോഹേത് അല്ല വിധിലിംഗാണ്, ഉപേക്ഷിക്കേണ്ടതാണ്. വ്യപോഹ്യ ഉപേക്ഷിച്ചിരുന്ന ലബന്ധം. ഉപരമേത. ശരി സാർ, ശരി സാർ.
ഈ ആധ്യാത്മിക ജീവിതത്തിന്റെ എല്ലാ പ്രായോഗിക വശങ്ങളുമാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, അതാ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ അഹന്തയെ കളയാം എന്നുള്ളത്. ഇത് നമുക്ക് അറിയാൻ മേലാത്തതാണ്. അതെ അതെ. ഇത് വളരെ കുട്ടികളായിരിക്കും മുതലേ പറഞ്ഞു പഠിപ്പിച്ചെങ്കിലേ പറ്റൂ എന്ന് തന്നെ ഷഫിന് തോന്നി. അതുകൊണ്ട് മക്കളെ ഉദ്ദേശിച്ച് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തതാണ്. എല്ലാവരുടെ ഉള്ളിലുള്ള അഹന്ത കുറച്ചാൽ എത്ര ശാന്തിയും സമാധാനവുമാണ്. ഇത് പല പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കി മനനം ചെയ്ത് നിത്യാസനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കണം. എങ്കിൽ മാത്രമേ പ്രയോജനപ്പെടുള്ളൂ. ആക്കാവുന്നതാണ്, വലിയ വിഷമമില്ല എന്ന് സാധിക്കും. കുറച്ച് പ്രയാസമാണെന്ന് മാത്രം. കുറച്ച് അതിൻ്റെതായ പ്രയത്നം ആവശ്യമാണ്. എത്ര വഴിയാ പറഞ്ഞതിന്. അതെ അതെ. ഏതെങ്കിലുമൊക്കെ കുറെ ശിക്ഷിക്കരുത്ത് നോക്കാം എന്നുള്ളതാണ്. ഒത്തിരി വഴി പറഞ്ഞത്. അത് 4-5 ശ്ലോകം വീഴുന്ന അഹന്ത ഇല്ലാതാക്കുന്ന എങ്ങനെയാണ് പറയാൻ. കാരണം ശരിക്കും ഈശ്വരദേവനെ കൊണ്ടുള്ള ഈ ഉപദേശം ചെയ്യിച്ചിരിക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു, അല്ലേ? ഒരു ഗൃഹസ്ഥികൾക്കും ലൗകികർക്കും വേണ്ടി മാത്രമുള്ളത്. അല്ലാതെ അതിനകത്ത് ആധ്യാത്മികതയെ അല്ല ഉള്ളത്. അല്ല, കാരണം ഗുഹകളിൽ പോയി തപസ് ചെയ്യുകയും ഒന്നും ചെയ്യാതെ തന്നെ സാധാരണ ആൾക്കാർക്ക് അതും 1000 വർഷങ്ങൾക്ക് മുമ്പോട്ട് കണ്ടുകൊണ്ട് വേദവ്യാസൻ ഋഷഭദേവനെയും കൊണ്ട് പറയിച്ചിരിക്കുന്നത് പോലെ തോന്നുന്നു. എത്ര സാർത്ഥകമാണത്. നിലനിൽക്കുന്നതാണ്, ഒരിക്കലും നശിക്കാതെ നിലനിൽക്കുന്നതാണ്. അതായത് സാധാരണക്കാർക്ക് അനുഷ്ഠിക്കാവുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത്രേ ഉള്ളൂ. കുറേശ്ശെ എപ്രകാരം നമുക്ക് കർമ്മമുക്തരാകാം എന്നുള്ളത് വളരെ ലളിതമായി ജടിലതയൊന്നുമില്ലാതെയാണ്. ഒന്നുമില്ലാതെ വിഷമിക്കുന്ന ആൾക്കാരെ എങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്യാം, ഉയർത്തിക്കൊണ്ടുവരാം. അതെ. വലിയ കഠിനമായ കാര്യങ്ങളല്ല തന്നെ. കഠിനമായ കാര്യങ്ങളല്ല, ലളിതമായ. ഈ ലൗകിക ജീവിതത്തിൽ ചെയ്യാൻ പറ്റിയ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് തന്നെയായിരിക്കും തന്റെ ലൗകികരായിട്ടുള്ള മക്കളെ, കാരണം അവരിനിയിപ്പം ലൗകിക ജീവിതം നയിക്കാൻ പോവാണ്, അവരെപ്രകാരം ജീവിക്കണം, ഇത് ബാക്കി സർവ്വജനങ്ങൾക്കുള്ള ഒരു പ്രബോധനം എന്ന രീതിയിൽ വ്യാസൻ ഋഷഭദേവനെയും കൊണ്ട് ചെയ്തിരിക്കും. വിവാഹത്തിന് മുമ്പ് അവർക്ക് കൊടുക്കേണ്ട ഒരു സതുപദേശമാണിത്. അതെ. ജീവിതത്തിൽ എപ്രകാരം നിയന്ത്രണങ്ങൾ വേണം ആവശ്യമാണ് എന്ന്. എന്നാല് നിങ്ങൾ തമ്മിലുള്ള ചേർച്ച അത് ഒന്നായി തീരൽ, അതുകൊണ്ട് വേണ്ടത് പിന്നെ എന്താണ്, എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ബന്ധത്തെ നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടത്, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കൃഷി, മക്കൾ, ഇതെല്ലാം എത്ര വ്യക്തമായിട്ടാണ് കൊടുത്തേ. അതെ. അതായത് മിതത്വം എന്ന് പറയുന്നത് ജീവിതത്തിൽ അങ്ങേയറ്റം നിലനിർത്തേണ്ട കാര്യമാണ്. ഇന്ന് അതാ ഇല്ലാത്തത്. അല്ല, ഇത് മനുഷ്യരുടെ ഇടയ്ക്കല്ലേ ഉള്ളൂ ഇതില്ല, ബാക്കിയുള്ള എല്ലാ ജീവികളിലും അത് അവരനുസരിച്ച് പ്രകൃതി അതിന്റെ സംവിധാനം ചെയ്തിട്ടാണ്. മിതത്വം ഒട്ടുമില്ല പോയത് മനുഷ്യനാണ്. അതെ. അപ്പൊ ഈ തരത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിന് പറ്റിയൊരു ഉപദേശമാണിത്. പക്ഷെ ഭാഗവതത്തിലായി പോയത് കൊണ്ട് ആരും അറിയത്തില്ല. അല്ല, ഭാഗവതത്തിലായതുകൊണ്ട് ഇതെല്ലാവർക്കും വേണ്ടി ഉള്ളതല്ലാന്ന്. അതെ. അങ്ങനെ ധാരണയായി. അന്നും വിവാഹപൂർവ്വ കൗൺസിലിംഗ് അപ്പൊ ഉണ്ടായിരുന്നില്ലയോ? തീർച്ചയായിട്ടും നന്നായിട്ടുണ്ടായിരുന്നു. ശരിക്ക് അച്ഛൻ മക്കളെ വിളിച്ചിരുത്തി, ഇനി മക്കളെ വിളിച്ചിരുത്തി പറഞ്ഞാൽ ഞങ്ങളോട് മാത്രം പറഞ്ഞത് തോന്നാതിരിക്കാൻ വേണ്ടി കുറെ ഋഷിമാരെയും നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ വിളിച്ചു കൂട്ടി എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു. ഇത്ര ബുദ്ധിമാനായ ദർശനം. എന്തോ ഒരു വലിയ കാഴ്ചപ്പാടാ. പിന്നെ അയ്യോ, ഇന്ന് മോഡേൺ ടൈംസിൽ വലിയ കൗൺസിലിങ്ങും കാര്യങ്ങളും ഒക്കെ പറയുന്നു. ആ കൗൺസിലിംഗ് ഇതാണ് ശരിക്കും പഠിക്കേണ്ടത്. ഇതൊന്നും അറിഞ്ഞിട്ട് കൗൺസിൽ ചെയ്താൽ വേണ്ടിയല്ല. ഓരോ പ്രാവശ്യം നമുക്ക് ഓരോ പാഠങ്ങളാ ഇതിന് കിട്ടുന്ന ഭാഗവതത്തിന്. അതാ അയ്യോ, വിജ്ഞാനത്തിന്റെ ഖനിയല്ലേ, വിജ്ഞാന ഖനിയല്ലേ. അതെ. എന്നിട്ടാ ഇതിനെല്ലാം തിരസ്കരണം പറഞ്ഞോണ്ട്. അതെ. കഷ്ടം എന്നല്ല എന്ത് പറയാൻ. അത്രേ ഉള്ളൂ, അല്ല ഒന്നും പറയാനില്ല. ഇന്ന് ഉപസംഹരിക്കാം. ശരി സർ. നാളെ നമുക്ക് നാളെ അവിടെ നാടകത്തിന്റെ പ്രാക്ടീസ് ആണെങ്കിൽ ഉച്ച ക്ലാസ് നടക്കാൻ തോന്നില്ല.
ഇല്ല, നാളെ എന്തായാലും പറ്റത്തില്ല, കാരണം ഉച്ച അപ്പൊ കഴിഞ്ഞിട്ട് നാളത്തെ ക്ലാസ് ഇല്ല. നാളത്തെ ക്ലാസ്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ സർ. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. നമസ്തേ സർ.